ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ചെറിയ വ്ളോഗാണ്. ഞാൻ മാസങ്ങളായിട്ട് എക്സൈറ്റ്മെൻറ്റോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുത്തപ്പൻ കാവിൽ മുത്തപ്പൻ തിരുവപ്പൻ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട്, ഞാനും മോളും അമ്മയും എൻ്റെ രണ്ട് അമ്മായിമാരും കൂടിയിട്ട് നേരെ കാവിലേക്ക് പോവുകയെന്ന്. അച്ഛൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ മോളുടെ അച്ചാച്ചനാണ് ഇത്, അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ അച്ചാച്ചൻ വന്നപ്പാട് ഇതാ മോളെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാവിലെത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു തിരുവപ്പനെ കാണാൻ. ഇത് രണ്ടുമാണ് എൻ്റെ അമ്മായിമാർ, രേഖമ്മായും പ്രീതമ്മായും. അപ്പോൾ അമ്മ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിതാ ക്യൂവിൽ നിന്നിട്ടേ ഉള്ളൂ തിരുവപ്പനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം ഇതാണ്. ഇന്ന് എൻ്റെ മോളുടെ ചോറൂണാണ്. തിരുവപ്പനേൻ്റെയും മുത്തപ്പൻ്റെയും നടയിൽ അവരുടെ മടിയിൽ വെച്ചിട്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉത്സവത്തിന് ഞാൻ വരുമ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ടൈമിൽ തന്നെ എൻ്റെ അടുത്ത് തിരുവപ്പന പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞാവെ ആയിക്കഴിഞ്ഞാൽ തിരുവപ്പന വാവയ്ക്ക് ചോറ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ദിവസം വന്നപ്പോൾ മുത്തപ്പനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുത്തപ്പൻ വാവയ്ക്ക് ചോറ് കൊടുക്കുന്നു. അപ്പം രണ്ട് പ്രാർത്ഥനയും നടന്നു. രണ്ടാളും തിരുവപ്പനെയും മുത്തപ്പനും മോൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് അവരുടെ മടിയിൽ വെച്ചിട്ട്. ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ മോളുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ചാച്ചന് മാത്രമേ വരാൻ പറ്റിയിട്ടുള്ളൂ. മോളുടെ അച്ചമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല. അച്ചമ്മയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ അത്ര ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം അമ്പലത്തിലൊന്നും വരാൻ പറ്റില്ലല്ലോ. അവരും കാത്തിരുന്നൊരു ദിവസമായിരുന്നു, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതാ കുറച്ച് സമയം ഉത്സവമൊക്കെ കണ്ടു. അപ്പോൾ 6 മാസം മോൾക്ക് ആയപാട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുക്കിയാരത്ത് അമ്പലത്തിൽ നിന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവപ്പന പറഞ്ഞത് നമുക്ക് തിരുവപ്പന ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ, ആ ടൈം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പം അവിടുന്ന് പുക്കിയാരത്ത് അമ്പലത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചോറൊന്നും മോൾക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. തിരുവപ്പനേൻ്റെ മടിയിൽ നിന്ന് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമേ ചോറ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തൊട്ടിട്ട് മോൾക്ക് ചോറും കൂടി കൊടുത്തു തുടങ്ങാം. അപ്പോൾ അനുശ്രീ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുശ്രീയാണ് എനിക്ക് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നത്. അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഉത്സവം കണ്ടിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട്, ഞാനും മോളും അമ്മായിമാരും അമ്മയൊക്കെ കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അനുശ്രീയും വന്നു നേരെ. അപ്പോഴേക്ക് തന്നെ ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അനുശ്രീ കുറച്ച് സമയം മോളൂടെ കളിച്ച ശേഷം നമ്മൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡിന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചോറും സാമ്പാറും കൈപ്പക്ക വറവും പിന്നെ മത്തി മീൻ പൊരിച്ചത് അനുശ്രീക്ക് ഇഷ്ടമാണ്. അപ്പം അതും ഉപ്പിലിട്ട മാങ്ങ, അനുശ്രീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉപ്പിലിട്ട മാങ്ങയും പിന്നെ കടുമാങ്ങ അച്ചാറുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരു പിടി പിടിച്ചു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അനുശ്രീയും കൂടിയിട്ട് നേരെ അടുത്തുള്ളൊരു കടയിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 മിൽക്ക് ഷേക്ക് കൂടി എടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് തന്നെ കുടിക്കുകയും ചെയ്ത്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ, അപ്പോൾ അത് തന്നെ കുടിച്ചു. പിന്നെ നേരെ അനുശ്രീ വന്ന ശേഷം പിന്നെ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. ഞാനാണെങ്കിൽ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.